ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May God's name be glorified. ഈ രാവിലെ സമയം ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ the Lord is here in our midst. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മെ അറിയിക്കേണ്ടത് ചിലത് അറിയിക്കുവാൻ. Today morning, as the Lord is with us, He is here to tell us some things that He needs to tell us. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ച വചനം ആ തീം ഒന്ന് ഓർത്തിട്ട് നമുക്ക് പുതിയ വചനത്തിലേക്ക് കടക്കാം. And let's think about the theme that we were thinking about before we enter into the new word. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വലിയ കൺസേൺ ആയിരുന്നു. It was a big concern for Apostle Paul. യഥാർത്ഥ ദൈവഭക്തനായി ജീവിതം മുഴുവൻ ജീവിച്ചു, കഷ്ടം സഹിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, സകലരും ഹീറോയായി കാണുന്ന അപ്പോസ്തലൻ. And Apostle Paul, who had preached the gospel, everybody sees him as a hero. He's done everything right. തന്റെ മനസ്സിനെ ഭരിച്ചിരുന്ന പ്രധാന കൺസേൺ. And the main concern that was in his heart. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട്, ഞാൻ ഇതെല്ലാം അഭിമാനിച്ചിട്ട് ഒടുവിൽ ഞാൻ തള്ളപ്പെട്ടവനായി തീരുമോ? That after doing all of these things, lest I become disqualified. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഇമാജിനറി ഒന്നുകൂടെ ഒന്ന് ഓർക്കണം. And imagine the thing that we talked about last week. ഒരു ദിവസം മിസ്റ്റർ ജോൺ ടി ജോർജ് തൊട്ട് ലിറ്റിൽ നോറ വരെ, കുഞ്ഞിന്റെ പേര് ലിറ്റിൽ സാറ വരെ ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു ചെല്ലുക. And one day, all the way from John T. George to little Sarah have to stand for the word of God. വാതിക്കൽ ഒരു ദൂതൻ ഒരു ടേബിളും ഒരു ബുക്കുമായിട്ടിരിക്കും. And in the front, there's an angel sitting with a table and a book. കടന്നു വരുന്നവരോട് പറയുന്നത്, blessed and faithful, get in. And to the people who are coming to him, he says, blessed and faithful, come in. വളരെ സന്തോഷമുള്ള കാര്യമാണ്. It's a very joyous thing. എന്നാൽ ആ ദൂതൻ ഇങ്ങനെയൂടെ പറയുക, But the angel says this, your name is not found here. your name is not found here. ആ വ്യക്തി വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് പഴയ സ്ഥലത്തോട്ട് പോവുകയാണ്. And that person has to turn back and go back to the old place. അങ്ങനെ സംഭവിച്ചാൽ ആ സമയത്ത് നിന്റെ മനോവികാരം എങ്ങനെയാണ്? And if that's going to happen, what is going to be your response? ഒരുപക്ഷെ ഭർത്താവ് ബ്ലസ്സഡും ഫെയ്ത്ത്ഫുള്ളുമായിട്ട് അകത്തോട്ട് പോയപ്പോൾ ഭാര്യ പേരില്ലെന്ന് പറഞ്ഞോട്ട് ഇറങ്ങിപ്പോയി. And the husband is blessed and faithful, and the wife name is not found in the book. Or maybe നേരെ തിരിച്ചും സംഭവിക്കും. It could happen the opposite direction too. അപ്പനും മക്കളുമായി ബന്ധത്തിൽ സംഭവിക്കും. In relation to parents and children. But afterwards, give me that mic. That's it. Thank you very much. Praise the Lord. അങ്ങനെ ആരിലും സംഭവിക്കാം. And it could happen to anybody. പൗലോസ് ഇത് മുമ്പിൽ കണ്ടോണ്ട് താൻ പറയുക, ഞാൻ ഇതെല്ലാം അഭിമാനിച്ച്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ട്, ഇതെല്ലാ കഷ്ടവും സഹിച്ചിട്ട് ഒടുവിൽ ഞാൻ തള്ളപ്പെട്ടവനായി തീരുമോ? And Paul, after doing all of these things, will I be disqualified? ആ തീമിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. And that's the theme that we are standing in. നമ്മളോട് ആ ചോദ്യം ചോദിക്കണം. We should ask that question to ourselves. അങ്ങനെയാണ് ഞാനും നിങ്ങളും എന്തൊക്കെ ചുവടുകളാണ് എടുക്കേണ്ടത്? And if that's the case, what are the steps you and I should take? ഇന്ന് പകൽക്കാലം നമ്മളായി ചിന്തിക്കാൻ പോകുന്ന വചനത്തിൽ 3 പ്രത്യേക കാര്യങ്ങളുണ്ട്. And we're going to look at 3 specific things for today. ഒന്ന്, ഒരു വിശ്വാസിയുടെ പദവി എന്താണെന്ന് ഈ വചനം രേഖപ്പെടുത്തുന്നു. Firstly, what is the position of a child of God? അതുപോലെ തന്നെ ഈ പദവി ലഭിച്ച വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം? And what is the life of a person who has this position? 3, ആ വിശ്വാസി എങ്ങനെയാണ് വിശ്വസ്തത പാലിക്കേണ്ടത്? Thirdly, how is this person supposed to live faithfully? ആത്മിക സ്ഥിരതയുള്ള ഒരു ദൈവ പൈതൽ ജീവിതത്തിനും വിശ്വസ്തതയ്ക്കും പ്രാധാന്യത കൊടുക്കണം. And for a child of God, they should give quality or weight to faithfulness and life. വിശുദ്ധിക്കും വിശ്വസ്തതയ്ക്കും പ്രാധാന്യത They കൊടുക്കണം. have to give value to holiness and faithfulness. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് And for today's meditation, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം, let's go to the book of Hebrews chapter 10. അതിന്റെ 19 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഈ വോളിൽ ആ വാക്യങ്ങൾ ഇടുന്നത് നല്ലതായിരിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിലും. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10
19 to 25. 19 to 25. എല്ലാവരും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സീനിയർ ക്ലാസ്സിലെ പഠന വിഷയമാണിത്. And this is what we were studying in the senior Sunday school class last week. അതൊരു ക്ലാസ് സെഷൻ ആയിരുന്നു. That was a class section. എന്നാൽ മുഴുവൻ സഭയും ഈ സത്യം ഗ്രഹിക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന് ആരാധനയിൽ അത് സർമണാക്കി കൊണ്ടുവന്നിരിക്കുന്നു. But today I'm speaking it as a sermon for the whole church to understand. പഠനമായ രീതിയിൽ പോകുമ്പോൾ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. It's something that as a child of God we should know these special instructions. എന്നാൽ നമ്മളത് സർമണായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മൂന്നായിട്ട് തിരിക്കുക. ഒന്ന് വിശ്വാസിയുടെ പദവി. And first, when we are looking at a sermon, we are looking at the position of a believer. രണ്ട് വിശ്വാസിയുടെ ജീവിതം. Secondly, life of a believer. മൂന്ന് വിശ്വാസിയുടെ ഡ്യൂട്ടി, വിശ്വസ്തത പാലിക്കേണ്ട തലം. Thirdly, the duty of a believer. ഈ മൂന്ന് തലവും പ്രത്യേകം ശ്രദ്ധിക്കണം. And pay attention to three of these things. എന്നാൽ ഈ ഇൻസ്ട്രക്ഷൻസിന് ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു വീക്ഷണമുണ്ട്. But in this instructions have a particular perspective. ആ വീക്ഷണത്തിൽ നിന്ന് വേണം ഇത് നാം പഠിക്കുവാൻ. And we have to stand in that perspective to study this. ആ പെർസ്പെക്റ്റീവ് എന്താണെന്ന് 25-ാം വാക്യത്തിന്റെ അവസാന സെന്റൻസ്. And we can see in chapter 10 verse 25 what is that perspective. ഞാൻ ആ വാക്യം വായിക്കാം ഇവിടെ. And I'll read this for you. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു, നാൾ സമീപിക്കുന്നു, നാൾ സമീപിക്കുന്നു. അതനുസരിച്ച് അധികം ശ്രദ്ധിക്കണം. So much as you see the day approaching, do not forsake. നാൾ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിന്റെ നാളാണെന്ന് അറിയാമോ? And when we talk about the day approaching, do you know what that means? Exactly. കർത്താവിന്റെ വരവ്. And it's talking about the second coming of the Lord. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്റെയും നിന്റെയും പദവിയാ. And what we are living in is our position. ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ എന്റെയും നിന്റെയും കാലഘട്ടത്തിൽ യേശുക്രിസ്തു മടങ്ങി വരും. When you and I, when we are living in this time, Amen. the position that we have, the promise is that God is going to return in our timeline. അത് എപ്പോൾ വേണേ സംഭവിക്കാം. And it could happen at any time. കർത്താവിന്റെ മടങ്ങിവരവുമായി ബന്ധത്തിൽ യെരുശലേം ദേവാലയത്തിന്റെ പണി ഒരു പ്രധാന വിഷയമാണ്. And in relation to the Lord's return, the building of the temple of Jerusalem is a special concern. ഇപ്പോൾ അതിന്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കുന്നു. And now they're going into the preparation for it. അതിനകത്ത് വെക്കേണ്ട പെട്ടകം വരെ കണ്ടുപിടിച്ചെന്ന്. And they're saying that they even found the ark to put inside of it. അങ്ങനെയുണ്ടെങ്കിൽ ആ പെട്ടകത്തിന്റെ എത്ര വർഷം പഴക്കമുണ്ട്? And so how old is that ark? ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആർക്കൈഡ്സിൽ അതിനേക്കാൾ പഴക്കമുള്ള ഒരു സാധനം ഉണ്ടാകത്തില്ല. There's nothing that's going to be older than that. അത് ദൈവമല്ലാതെ വേറെ ആരുമല്ല സംരക്ഷിക്കുന്നത്. That it's only God who protects it. നാൾ അടുക്കുന്നതിനാൽ ശ്രദ്ധിച്ചുകൊള്ളാൻ. As the day approaches, let us consider. I want you to turn to the next person and say, as the days are coming closer, be prepared. നാൾ അടുക്കുന്നതിനാൽ ഒരുക്കം പ്രാപിക്കുക. Turn to the next person. Turn to the next person and tell them. തിരുവചനം പറയുക. The word of God teaches. നാൾ സമീപിക്കുന്നതിനാൽ. As you see the day approaching. നമുക്ക് ആ വചനത്തിലേക്ക് കടക്കാം. Let's go into the word of God. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് Pay attention. ഒരു പുതിയ നിയമ വിശ്വാസിയുടെ പദവി എന്താണ്? What is the position of a New Testament believer? ആ 19-20 വാക്യം നമുക്ക് വായിക്കണം. Verse 19 and 20. Words 19 and 20. ഞാൻ തന്നെ വായിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. ഫുൾ സ്റ്റോപ്പുകൾ കുറവാ, അതുകൊണ്ട് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. And there's a lack of full stops in Malayalam, so he's placing a full stop there. എന്താണ് ഇവിടെ ആശയമാകുന്ന ഒരു ദൈവ പൈതലിന്റെ പദവി? What is the position when we see in the English translation words 19 through 21? എബ്രായ ലേഖനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം.
മറ്റു ലേഖനങ്ങൾ പോലെയല്ല. And when you study and read and meditate on the scriptures in the book of Hebrews, pay attention, it's not like other books. ഒത്തിരി ശ്രദ്ധിച്ചാലേ ആശയങ്ങൾ കിട്ടത്തുള്ളൂ. If you only pay attention closely, will you understand the concept behind it. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ചട്ടങ്ങളും കാര്യങ്ങളും അറിയുന്നവർക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ It സാധിക്കും. especially makes a lot more sense for people who know the Old Testament conditions and traditions and rules. പഴയ നിയമത്തിലെ നിഴലുകൾ ഇവിടെ പൊരുളായിട്ട് വെളിപ്പെടുത്തുക. And the things that are shadow in the Old Testament are revealed in light here. നമുക്കറിയാം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് ആട്ടുകൊറ്റന്റെ രക്തവുമായി കടന്നു പോകുമായിരുന്നു. And we know in Old Testament time, once a year, the high priest would enter the Holy of Holies to with the blood of the lamb asking for remission of the sins of the people of Israel. നാം ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നത്. Today we are in the presence of God. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കടന്നു വരുന്നിടത്ത് കടന്നു വരാമെന്ന വാഗ്ദത്ത പ്രകാരം കർത്താവ് വന്നിരിക്കുക. And as God said, where 2 or 3 people gather together in my name, I will be there. So He's here today. എന്നാൽ ഇത് അതിവിശുദ്ധ സ്ഥലമാണെന്ന്. But this is Holy of Holies. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ But in the Old Testament times, എല്ലാ പുരോഹിതന്മാർക്കും കടക്കാൻ ഒക്കത്തില്ലായിരുന്നു. not every priest could enter the Holy of Holies. അവർക്ക് പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും വരെയായിരുന്നു. And they were able to come up to the courtyard or the holies. എന്നാൽ മഹാപുരോഹിതന് മാത്രമാ അനുവദിച്ചിരുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് കടക്കുവാൻ. But only the high priest could enter into the Holy of Holies. അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. And that also once a year. ഇനിയും ആ മഹാപുരോഹിതനാണെങ്കിലും അതിവിശുദ്ധ സ്ഥലത്ത് കടക്കുന്നതിന് മുമ്പ് അവൻ തനിക്ക് വേണ്ടി തന്നെ യാഗം കഴിക്കണമായിരുന്നു. And even that high priest, before he enters into the Holy of Holies, has to prepare a sacrifice for his own sin. ഇതെല്ലാം ചെയ്തേച്ച് അതിവിശുദ്ധ സ്ഥലത്ത് കടക്കുമ്പോൾ അദ്ദേഹത്തിന്മേൽ ഒരു ചങ്ങലയൂടെ ഇടുവായിരുന്നു. And after doing all of this, as he entered into the holy place, they would put a bell and a cord on his feet. എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് കടന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ വേറെ ആർക്കും അതിനകത്ത് കടക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ചങ്ങലയിട്ടിരിക്കുക, ശരീരം വലിച്ചു വെളിയിലിറക്കും. And so when he enters into the Holy of Holies, because of the holiness of God, if the high priest is not staying alive in his presence because of his sin, nobody can enter into to retrieve the body. So they tied that cord to pull him out of the holy place. ഈ മഹാപുരോഹിതൻ അകത്ത് കടന്നു എന്നിട്ട് തൻ്റെ ഇരിക്കുന്ന രക്തം mercy seat-ന്റെ മുകളിൽ ഇങ്ങനെ തളിക്കും. And the blood that he has as he enters into the Holy of Holies, he pours that blood on the seat of the mercy seat. ആ mercy seat-ന്റെ surface rough ആയിരുന്നു. And the surface of that mercy seat was rough. അത് മനുഷ്യന്റെ പാപത്തെ കാണിക്കുക. And shows the sin of mankind. അന്നേരം ഈ രക്തം കൊണ്ട് അതിന്റെ മുകളിൽ ഒഴിക്കുമ്പോൾ And so when you pour this blood on top, ആ surface അവിടെ അങ്ങ് കവർ ചെയ്യും. and that surface gets covered, അത് പിന്നെ കാണാനൊക്കത്തില്ല. then you cannot see it. മനുഷ്യന്റെ പാപം രക്തത്താൽ കവർ ചെയ്തു. And the blood of the man's sin was being covered by the blood. ഹല്ലേലൂയ. Hallelujah. അതിന്റെ എല്ലാം പൊരുളായിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പരമയാഗമായി യേശുക്രിസ്തു കാൽവറിയിൽ പരമയാഗം നിവർത്തിച്ചപ്പോൾ തന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മറയ്ക്കാനിടയായി തീർന്നു. As the revelation of that is what happened 2000 years ago at the cross of Calvary, when the blood of Jesus covered all of our sins. മഹാപുരോഹിതൻ എല്ലാ വർഷവും നിവർത്തിക്കണമായിരുന്നു. And the high priest had to do this every year. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലായി നിവർത്തിച്ചതിനാൽ എന്നേക്കുമുള്ള രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. But because Jesus did this once and for all, we have been receiving a salvation that is for all time. നമ്മൾ ശ്രദ്ധിക്കുന്നത് privilege of a Christian, ഒരു വിശ്വാസിയുടെ പദവിയെ കുറിച്ചാണ് ആരംഭമായി. We're thinking about the privilege of a Christian. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ മാത്രം വർഷത്തിലൊരിക്കൽ പ്രവേശിച്ച സ്ഥലം. In the Old Testament time, a high priest would enter into this place once a year. അതും തനിക്ക് വേണ്ടി യാഗം കഴിച്ച ശേഷം. And that is after he has built a sacrifice for himself. എന്നാൽ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത കാൽവറി യാഗത്തിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? But look at what is happening at the cross of Calvary as the atonement, as an exchange sacrifice of Jesus. അനേക സംഭവങ്ങൾ നടന്നു. A lot of things happened. അതിൽ പ്രധാനമായ ഒന്ന്, മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെയോളം കീറിപ്പോയി. A lot of things happened, but first, one of the things that happened there was the veil was torn from
the top to the bottom. അടിയിന്ന് മുകളിലോട്ട് കീറിയിരുന്നെങ്കിൽ മിടുക്കന്മാര് പറഞ്ഞാനെ ആരോ വലിച്ചു കീറിയതാണ്. If somebody had ripped it from the bottom to the top, somebody would have said, oh, some people ripped it. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടെ ഡിവൈഡ് ചെയ്തിരുന്ന ആ കർട്ടൻ കൊണ്ടായിരുന്നു. And it was the curtain that divided the Holy of Holies and the holy place. സ്വർഗം തന്നെ ആ കർട്ടൻ രണ്ടായിട്ട് മുറിച്ചു. God himself ripped that curtain into two. അങ്ങനെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള പാർട്ടീഷൻ മാറി. And so the partition between Holy of Holies and holy place was removed. അതിനാൽ ഓരോ വിശ്വാസിക്കും അതിവിശുദ്ധ സ്ഥലത്ത് കടക്കാനുള്ള പദവി ദൈവം കൊടുത്തു. And so all believers could enter into the Holy of Holies after that. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്തോടു കൂടി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു ദൈവമക്കൾക്കും സ്വാതന്ത്ര്യത്തോടെ ഉറപ്പോടെ അതിവിശുദ്ധ സ്ഥലത്ത് കടക്കാനുള്ള പദവി. And every believer could enter through the cross of Calvary and the sacrifice of Jesus to the Holy of Holies. നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം അതിവിശുദ്ധ സ്ഥലമാണ്. And the place that we're sitting on is now Holy of Holies. ഈ കെട്ടിടത്തിന്റെ മനോഹരിതയല്ല. It is not the beauty of the building. പിന്നെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുന്നത് കൊണ്ടാണ്. But it is because the presence of God is coming down. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കടന്നു വരും. When 2 or 3 people gather together in my name, I will be there. നമുക്ക് വചനം പഠിക്കാൻ ഒക്കും. We can study the word of God. നമുക്ക് പാടാൻ ഒക്കും. We can sing ദൈവത്തെ songs. സ്തുതിക്കാൻ ഒക്കും. We can praise God. തിരുമേശയിൽ പങ്കുകൊള്ളാം. We can partake in the table. ഇതെല്ലാം ശരിയാ. All of this is true. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം വേറൊരു കാര്യമുണ്ട്. But beyond this is another. അവിടെയാണ് ഒരു വിശ്വാസിയുടെ പദവി വരുന്നത്. That is where we see the position, the privilege of a believer. ഇവിടെ എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു ദേഹം എന്ന തിരശീലയിലൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചെന്ന്. And the word of God says that through his body, the veil, he entered into the holy place. മഹാപുരോഹിതൻ ആലയത്തിലെ കർട്ടനിലൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത്. And the high priest enters the holy of holies through the curtain, the veil. അതിനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. And it was ripped up. എന്നാൽ യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല കീറിയിട്ട് ചിന്തിയിട്ട് കടന്നത് ഭൂമിയിലെ അതിവിശുദ്ധ സ്ഥലമല്ല, യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലം ഇന്ന് സ്വർഗ്ഗത്തിൽ. But Jesus Christ, with his body and his flesh, he ripped it up so that he could enter into the Holy of Holies, not in the earth, but in heaven. അത് പിതാവിന്റെ വലതുഭാഗമാണ്. And that is the right hand of God. ഇന്ന് കർത്താവ് അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. That is where he ministers today. മഹാപുരോഹിതനായിട്ട്, as the high priest for all. ശ്രേഷ്ഠ പുരോഹിതനായിട്ട്, as the high priest for all. എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥതയാണ്. He is mediating for you and I. ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്. Now pay attention more. ഈ അക്ഷരീയ ആലയം മുകളിലത്തെ ആലയത്തിന്റെ ഒരു പകർപ്പാണ്. And the temple here on this earth is a replica of a temple in heaven. ആശയം പറയുന്നത് ടാബർനാക്കിളുമായി ബന്ധത്തിലാണ്. അതിന്റെ പൊരുളാണ് ഉയരത്തിലെ ആലയം. And the tabernacle is a shadow of what is in heaven. ദൈവം കൊടുത്ത മാതൃക പ്രകാരം മോശ പണിതെന്നല്ലയോ? And the word of God says that Moses built it as God commanded him. എന്നാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നാം കടന്നു വരുന്നിടത്ത് ദൈവസാന്നിധ്യം വരുന്നതിനാൽ അത് നമുക്ക് അതിവിശുദ്ധ സ്ഥലമാണ്. And so where we are gathering together, and because God's presence comes there, the place becomes Holy of Holies. എന്നാൽ ഇത് അക്ഷരീയമാണ്. But this is literal. എന്നാൽ യേശുക്രിസ്തു മഹാപുരോഹിതനായി ഉയരത്തിലെ സാങ്ച്വറിയിൽ ശുശ്രൂഷിക്കുന്നതിനാൽ ഈ അക്ഷരീയ മണ്ഡലത്തിൽ ഇരുന്ന് നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കാം. And because our Jesus sits on the right hand of the Father and ministers through there, we can as a literal fact enter into the Holy of Holies. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. And this is the message that the Holy Spirit is giving to the church today. ഈ അക്ഷരീയ മണ്ഡലത്തിൽ ആരാധിക്കുമ്പോൾ നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കാം. While we are worshiping God in this literal plane, we can enter into the spiritual realm. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. അത് മനസ്സിലാക്കാത്തവർക്ക് അതെന്തൊന്ന് രുചിക്കാൻ സാധിക്കത്തില്ല. And those who don't understand that cannot experience that. പലപ്പോഴും നമ്മുടെ ആത്മീയ ആലയത്തിൽ ഇതുപോലൊക്കെ കടന്നു വന്ന് കൊട്ടിപ്പാടി അതിൽ നമ്മൾ തൃപ്തിപ്പെടുത്തി പോവുകയാണ്. And many times we come to a literal church like this and worship God and then go home. യഥാർത്ഥത്തിലുള്ള ആത്മീയ ആരാധന ചില ചട്ടങ്ങൾ പ്രമാണിക്കുന്നതിലല്ല.
But a real worship is not in fulfilling some commandments. പിന്നെയോ But it is experiential. it is നമ്മുടെ experiential. ജീവിതത്തിൽ സ്വർഗം അനുഭവിക്കുകയാണ്. It is what heaven is letting us experience in our life. അത് നിന്റെ ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കുമ്പോഴും നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കാം. And so when you worship God in your home, you can enter into the spiritual realm there. നീ തന്നെ ഇരുന്ന് ആരാധിക്കുമ്പോഴും ആത്മീയ മണ്ഡലത്തിൽ That പ്രവേശിക്കാം. when you worship God by yourself, you can still enter into the spiritual സഭയായി realm. അക്ഷരീയാലയത്തിൽ ആരാധിക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കാം. As a church, when you worship God, you can enter into the spiritual realm. അതിന്റെ ഗ്ലിംസസ് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. And let me give you an idea so that you can understand the glimpse of it. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ In the book of Revelations, chapter 4, words 1, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടക്കുന്ന കാലമാണ്. and it's when John the apostle is in the island of Patmos exiled. അവിടെ ഒരു എക്സൈലർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ജീവിതം എന്താണെന്ന് ഊഹിക്കാമല്ലോ. And you can imagine what a life of exile is on the island of Patmos. സഹകരിക്കാൻ ആരുമില്ല, And I don't have anybody, he has nobody to help him. വേണ്ട ഭക്ഷണമില്ല, There's not enough food there, ആരാധിക്കാൻ ആരുമില്ല, and there's nobody to worship God with him. കഠിന അധ്വാനം, And it's hard labor. കല്ലുവട്ട ജോലി, രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെ. And the job is in a quarry, so he has to cut rocks from morning to night. Every way off, totally off എന്ന് ചിന്തിക്കുന്ന തലം. And think every day is an off schedule. ഇനിയും യോഹന്നാനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയില്ല. And if for John, there is no hope. ഏത് സമയത്തും ഡൊമീഷ്യൻ സീസർ കൽപ്പന പുറപ്പെടുവിക്കാം യോഹന്നാനെ വധിക്കാൻ വേണ്ടി. And at any time, the emperor at the time, Domitian, could send a decree asking him to be executed. അവിടെ അപ്പോസ്തലൻ പറയുക, I was in the spirit on the Lord's day. And that's where the apostle says, I was in the spirit on the Lord's day. ഓ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. That I was in the spirit on the Lord's day. നിന്റെ ജീവിതത്തിലെ In your തലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വേദനിക്കുന്നതും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയുള്ള തലമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് പറയുകയാണ് നിന്റെ പദവിയാണ് ഈ അക്ഷരീയ മണ്ഡലം മറന്ന് ആത്മീയ മണ്ഡലത്തിൽ കടക്കുക എന്നുള്ളത്. And the word of God is teaching us that no matter what we are facing in our life, that you have to leave this literal plane and enter into the spiritual realm. ഇന്ന് പകൽക്കാലം ആ ആത്മീയ മണ്ഡലത്തിൽ കടന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ആ ദൈവജനം അത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. And for children of God who understand that and worship God and are able to enter into the spiritual realm, may you praise God. പൊതുവരുത്ത ക്രിസ്ത്യ ജീവിതത്തിൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. And it doesn't happen on a normal Christian life. ആമേൻ. Hallelujah. ദൈവിക പ്രമാണത്തിനനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അക്ഷരീയ മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ കടന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. And a child of God who lives in a life of separation and holiness can enter into the spiritual realm as he is in the literal world. എന്നാൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാനോട് പറഞ്ഞ ഇവിടെ കയറി വരാൻ പറയുന്നുണ്ട്. But in chapter 4 verse 1 we can hear that John is being told to come up here. അത് പ്രവചനവുമായി ബന്ധത്തിലുള്ള കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. And because that is in relation to the prophecy, I'm not going into that. എന്നാൽ ദൈവം വിളിക്കുക, But God നിന്റെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നീ ആത്മീയ മണ്ഡലത്തിലേക്ക് ഒന്ന് കടന്നു വരിക. But God is calling in your time of where you are things are not working out for you to come into his presence. കാണാത്ത ചില കാര്യങ്ങൾ കാണുവാൻ, കേൾക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുവാൻ, ചില ശബ്ദങ്ങൾ ശ്രവിക്കുവാൻ. ഹല്ലേലൂയ. അക്ഷരീയ മണ്ഡലം വിട്ട് ആത്മീയ മണ്ഡലത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം ഓരോ ദൈവ പൈതലിനും ആവശ്യം. And to leave what you can see to a plane, a realm where you cannot see, for each child of God to enter into a spiritual realm to where you worship God. ഞാൻ ഏതെല്ലാം വാക്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്താലും ഇത് ജീവിതത്തിൽ അനുഭവമാകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ മാധുര്യമ മനസ്സിലാകൂ. And no matter how many verses I tell you, this is only going to be experienced. You will only experience the sweetness of it if you ever experience it yourself. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ART അതിശയത്തിന്റെ ഒരു ഉദാഹരണം ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞു. He was speaking in Bible class about an example. ART അതിശയം അദ്ദേഹത്തിന്റെ പേര്. His name was ART Adisham. അദ്ദേഹം മേബ്രായിലെ ഒരു
കൊച്ചു വീടിനകത്താണ് താമസിച്ചിരുന്നത്. And he lived in a small house in Mepra. ഓല കെട്ടിയ ഒരു വീട്. And it was a home with coconut leaves on top. ഇനി അവിടുത്തെ കള്ളുഷാപ്പിനോട് തൊട്ടടുത്താ വീട്. And it was also right next to the liquor store. ആ വീട്ടുപേര് കൊച്ചുവരയ്ക്കൽ എന്നുവാ. And his name, his home name was Kochuvarikal. ഏറെ അതിശയം, അകത്തിരുന്ന അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ ട്യൂണിൽ അങ്ങോട്ട് പാടുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ ആടുന്നത് ആൾക്കാർ കണ്ടു. And people have seen that when he, A.R.T. Adishem, is worshiping God in the spirit and he's singing in the spirit, there would be a cobra that lifts up its hood and stands in front of him. ദൈവദാസൻ പാട്ട് നിർത്തുമ്പോൾ അത് താഴെ കിടക്കും. And when he stops singing, it will fall to the ground. പുള്ളി ട്യൂണിൽ പാടാൻ തുടങ്ങുമ്പോൾ ഇത് എഴുന്നേറ്റ് ഇങ്ങനെ ആടും. And when he sings again, the cobra lifts up its hood and is looking at him. അദ്ദേഹത്തിന്റെ വർഷിപ്പിനെ തടസ്സപ്പെടുത്താൻ ആരും ഒരുങ്ങിയിട്ടില്ല ഒരു കാലത്തും. And nobody has ever taken the courage to tell him about this and stop his worship. അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ മനുഷ്യന് ഭയമായിരുന്നു ആ കാലത്ത്. And the word of God says that so people say that they were afraid to face him. പാമ്പ് എവിടെ പോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയാം, ആ ആത്മീയ മണ്ഡലത്തിൽ ആരാധിക്കുന്ന ഭക്തന് ഈ മൂർഖൻ പാമ്പിനെ കാണുന്നില്ല. And the person who's worshiping God in that spiritual realm is now seeing this cobra. നിന്റെ പുറമേ ഉള്ള കണ്ണങ്ങ് അടയും. And your outer eye will close. ആന്തരിക കണ്ണ് തുറക്കും. Your inner eye will open. യോഹന്നാൻ പറഞ്ഞതുപോലെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ഇന്ന് പകൽക്കാലം വിഷമത്തിലും ഭാരത്തിലും പ്രയാസത്തിലും സംശയത്തിലും ഒക്കെ ഇരിക്കുന്ന ദൈവ മക്കളോട്, ദൈവ പൈതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ തളർച്ചയും ക്ഷീണവും ഒക്കെ മറുവാൻ അക്ഷരീയ മണ്ഡലത്തിൽ നിന്ന് ആത്മിക മണ്ഡലത്തിൽ കടന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നിനക്ക് ജീവിതം ഇതുവരെയും അക്ഷരീയ ആലയത്തിൽ ചില ചട്ടങ്ങൾ പ്രാപിച്ച് ആരാധിക്കുന്ന അനുഭവം വിടണം, ആത്മീയ മണ്ഡലത്തിൽ കടക്കണം. And you, children of God, we have to enter into the spiritual realm to worship God instead of the way that we sit and worship God with some songs and some ways. We have to leave that physical world and enter into the spiritual realm. അതെങ്ങനെ അനുഭവിക്കാന്നൊക്കെ ഇവിടെ നിന്ന് ചോദിക്കുക കേട്ടോ. And now your question is, how do we experience that? എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. I'll speak about a basic principle and go more forward. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. There's a definition to the prayer. Adoration, confession, thanksgiving and prayer. Prayer എന്ന് പറയുന്നത് ഈ സപ്ലിക്കേഷൻ. Prayer is supplication. അന്നേരം ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവമായിരിക്കുന്ന വിധത്തിൽ ദൈവത്തെ അഡോർ ചെയ്യണം. And so when we come into the presence of God to pray, we have to understand, we have to adore him the way he is. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അനുദപിക്കണം. And when we come into the presence of God, we must acknowledge our mistakes and repent. അതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം. And so we have to give thanks to the Lord for all the goodness. നാലാമത്തെ നമ്മുടെ ആവശ്യങ്ങൾ സാധാരണ നമ്മുടെ പ്രാർത്ഥന. And then fourthly is our supplication. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നീ സമയം വേറിട്ടിരിക്കണം. And for you to experience that, യാതൊരു ഡിസ്റ്റർബൻസും കാണരുത്. Without any disturbances. ഇരുന്നിട്ട് കണ്ണ അടച്ച് and close your eyes ഇരിക്കുന്ന സ്ഥലം മറന്ന് and forget the place you're sitting in ദൈവം ആരെന്ന് ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. and praise God for who he is. നമ്മുടെ കുറവുകളെ ഏറ്റു പറയണം. You confess our mistakes. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓരോന്നായി ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. You give thanks to all the things that he has done. ഈ തലത്ത് വരുമ്പോൾ തന്നെ നീ ഇരിക്കുന്ന സ്ഥലം മറക്കും. And when you get to that place, you'll forget where you're sitting. നീ അറിയാതെ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങും. Speak in tongues without recognizing. ദൈവ സാന്നിധ്യം നീ ഗ്രഹിക്കും. You will experience the presence of God. ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നീ ഒന്ന് ആരംഭിക്കുക. And if you have not experienced that, experience it now. ഒരുപക്ഷെങ്കിൽ പ്രാരംഭ ചില ദിവസങ്ങൾ അത്ര സാധിച്ചെന്ന് വരത്തില്ല. And for the first couple of days you might not be able to experience it. നീ സമർപ്പണത്തോടെ വേറിട്ടിരിക്കുക. But you stand there with dedication. നീ ആത്മീയ മണ്ഡലത്തിൽ കടക്കും. You will enter into the spiritual realm. അവിടെ ആ കൃപാവരങ്ങളൊക്കെ ജ്വലിക്കുന്നത്. That is where the gifts of the Spirit are revealed. Hallelujah. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ അവിടുന്നാ വരുന്നത് കേട്ടോ. And the messages that are given here are coming from him. പ്രാരംഭ കാലഘട്ടത്തിൽ ഭക്തന്മാർ പാട്ടുകൾ എഴുതിയല്ലോ, അതൊക്കെ പുറപ്പെട്ടു വന്നത് ഈ ആത്മീയ മണ്ഡലത്തിൽ ഇരുന്ന. And the Old Testament, some of the older songs that were written, they came from this spiritual realm. ഒരു വിശ്വാസിയുടെ പദവിയാണ് The privilege. ആത്മീയ മണ്ഡലത്തിൽ കടന്ന്
ദൈവ സാന്നിധ്യം The അനുഭവിക്കുക. privilege of a child of God is that we can enter into the spiritual realm. രണ്ടാമതായി ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് The second thing that we see here, ആത്മീയ മണ്ഡലത്തിൽ നിലകൊള്ളുവാൻ ഒരു വിശ്വാസി ഏത് വിധത്തിൽ അവന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. how should a child of God prepare his life so that he is able to stay in that spiritual realm? 22-23 വാക്യം അത് രേഖപ്പെടുത്തുന്നത്. And we can see that in words 22 and 23. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. We'll read this for you. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പൂർണ്ണ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. Amen. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ജീവിതവുമായി ബന്ധത്തിൽ. Two things that you have to pay attention to in relation to life. ആത്മീക മണ്ഡലത്തിൽ പ്രവേശിക്കുന്ന ദൈവമക്കൾ ദുർമനസാക്ഷി ഇല്ലാത്തവരായിരിക്കണമെന്ന്. And the people who enter into the spiritual realm should not have an evil conscience. That's what exactly. എങ്ങനെയാ ഈ ദുർമനസാക്ഷി വരുന്നത്? How do you have an evil conscience? ഇന്ന് രാവിലത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് ഇതുമായി ബന്ധത്തിൽ പോകും. ആത്മീക ജീവിതം നയിക്കുന്നവരിൽ തന്നെ അറിഞ്ഞോ അറിയാതെ മനഃപൂർവമായ പാപങ്ങൾ കടന്നുകൂടും. And knowing or unknowingly, even people who are professing the faith will have sin in them. നീ ആ പാപത്തിൽ ജീവിക്കുകയോ അതോ ആ പാപം റിപ്പീറ്റഡ് ആയി ചെയ്യുകയോ ചെയ്താൽ നിനക്ക് സംഭവിക്കുന്നത് നിന്റെ മനസാക്ഷിക്ക് കോട്ടം വരിക. And when you live in that sin or you continue to repeat that sin, what's happening is you're losing the vitality of your conscience. ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നു, ക്രമീകരണങ്ങൾ വരുത്താതിരിക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്യുക. സംഭവിക്കുമ്പോൾ നിന്റെ മനസാക്ഷിക്ക് കോട്ടം വരിക. When you are living your life and sin occurs, and instead of finding repentance and getting rectified with God, you continue in that sin or you repeat that sin, what's happening is you're losing your vitality in your conscience. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആത്മീയ മണ്ഡലത്തിൽ നിനക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ദുർമനസാക്ഷി മാറത്തക്കവണ്ണം രക്തം തളിക്കപ്പെട്ട നീ ശുദ്ധജലത്താൽ കഴുകപ്പെടണം. And here the word of God is saying, if you want to remain in the spiritual realm, you should be avoiding an evil conscience and be cleaning your body with pure water. ഈ രക്തത്താൽ തളിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? And you know what it means to be sprinkled? ഞാൻ പറഞ്ഞു എബ്രായ ലേഖനം മറ്റു പുസ്തകങ്ങൾ പോലല്ല നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേട്ടോ. And remember we said it's not like other books when we read the word of God. പഴയ നിയമത്തിൽ പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ In Old Testament when you are anointing a man of God, രക്തം തളിക്കുന്ന ഒരു ചട്ടം ഉണ്ടായിരുന്നു. there is a process of sprinkling the blood. പുതിയ നിയമത്തിൽ അതുപോലുള്ള പുരോഹിതന്മാരില്ല. ഓരോ വിശ്വാസിയും രാജകീയ പുരോഹിതന്മാരാ. And in the New Testament we don't have a priest like that because every person is a royal high priest. ആ ശുശ്രൂഷയുള്ള എനിക്കും നിനക്കും കാൽവറിയിലെ രക്തത്തിന്റെ അടയാളമുണ്ട്. When you and I have that responsibility, then you and I have the sprinkling of the blood of the Calvary. നമ്മുടെ മാനസാന്തരത്തിന്റെ കാരണം ആ രക്തം നമ്മുടെ മേൽ വീണതുകൊണ്ടാണ്. And the reason for our repentance is because that blood fell upon us. അന്നേരം രക്തം അടയാളമുള്ള ഒരു ദൈവ പൈതൽ ദുർമനസാക്ഷി മാറുവാൻ ശുദ്ധജലത്താൽ കഴുകണമെന്ന് പറയുന്നു. And so the word of God says for having evil conscience and our bodies washed with pure water. എന്താ ഈ ശുദ്ധജലം? What is this pure water? എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ ദൈവവചനമാണ്. We can see in the book of Ephesians it is the word of God. മനസ്സിലായോ? Hallelujah. ദൈവവചനം. It is the word of God. ദൈവവചനം. Hallelujah. രക്തം അടയാളമുള്ള ദൈവ മക്കൾ ആത്മീയ നിലവാരത്തിൽ നിലനിൽക്കുവാൻ വചനത്താൽ ദൈനംദിനം കഴുകപ്പെടണം. And for people of God who have the evidence of blood upon them, for them to continue to be washed in pure water, they must be in the word of God. വചനത്തിൽ ഇമ്മേഴ്സ്ഡ് ആകണം. That you have to be immersed in the word of God. ദൈവവചനം വെറുതെ വായിച്ചു വിടുന്നത് കൊണ്ടല്ല കേട്ടോ. And you can't just read it and go. ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, രസിക്കണം, അത് ഭക്ഷിക്കണം. You have to read the word of God, you have to enjoy the word of God, you have to really live in the word of God. അങ്ങനെ നീ വചനം ധ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോണം. ദുർമനസാക്ഷിയോടെ ഇരിക്കുകയാണെങ്കിൽ വചനം നിന്നോട് പറയും you are wrong.
And if you are sitting there with an evil conscience, the word of God will tell you, you are wrong. വേറെ ആരും വന്ന് പറയേണ്ട ആവശ്യമില്ല. Nobody else has to come and tell you. നീ വേദോസം തുറന്ന ഉടനെ ശാസനയാ വന്നിരിക്കുന്നത്. And as soon as you open the word of God, it is correction. നീ നിന്നോട് തന്നെ പറയോ അത് പണ്ടത്തെ കാര്യം സാരമില്ല. And you will say to yourself, oh, that's from the old നീ time. വേറൊരു ഭാഗം തുറന്നപ്പോൾ അതിനേക്കാൾ സീരിയസ് ഭാഗം. And you open the word again, and then it's more serious. എങ്ങോട്ട് തിരിച്ചും മറിച്ചും ചെയ്താലും അത് തന്നെ വരും. And whichever way you turn the word of God, it will correct you. ദൈവവചനം ശാസിക്കും. The word of God will correct you. പക്ഷേ പ്രശംസയോടുകൂടാ. But it will also with goodness. ഉപദേശവുമുണ്ട്. It will give you advice. വചനത്തിൽ ഇമ്മേഴ്സ് ആകണമെന്ന്, വചനത്താൽ കഴുകപ്പെടണമെന്ന് പറഞ്ഞാൽ വചനം നീ ഭക്ഷിക്കുമ്പോൾ, വചനം പ്രശംസിക്കുമ്പോൾ എളിമപ്പെടണം, വചനം ശാസിക്കുമ്പോൾ അനുദപിക്കണം, വചനം ഉപദേശിക്കുമ്പോൾ ഏറ്റെടുക്കണം. And when the word corrects us, we must accept. When it gives us rebuke, we must understand. When it counsels, we must follow. സ്ഥിരതയുള്ള ആത്മീയ ഓട്ടത്തിൽ ദൈവ മക്കൾ ദൈവ വചനത്താൽ ദൈനംദിനം കഴുകൽ പ്രാപിച്ചു. For a race of endurance, we must be washed by the word every day. എന്തിനാ? ദുർമനസാക്ഷി മാറുവാൻ. So that we do not have evil conscience. ദുർമനസാക്ഷി മാറുവാൻ. So that we do not have evil conscience. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, as we are in the word of God today, നിന്റെ ഹൃദയത്തെ ഭരിക്കുന്ന ചോദ്യന്മാർക്കിടുന്ന ചില തലങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. There will be some questions that come in your life that's going to ask you. ക്രമീകരണം വരുത്താത്ത തലങ്ങൾ. Some places where you have not figured out a solution. ദൈവത്തിന്റെ സന്നിധിയിൽ, in the presence of God, 10 കൽപ്പനകളുമായി ബന്ധത്തിൽ, in 10 commandments, Galatians 5:19മായി ബന്ധത്തിൽ, in Galatians 5:19, മനുഷ്യനുമായി ബന്ധത്തിൽ, in relation to man, ഭാര്യ ഭർതൃ ബന്ധത്തിൽ, in relation to husband and wife relationship, ക്രമീകരണങ്ങൾ വരുത്തേണ്ട അനേക തലങ്ങൾ, and many places that needs a solution. നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദുർമനസാക്ഷി കയറി വരിക. And wherever you go into the presence of God, there's evil conscience that's coming in. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. And we can't experience the presence of God. ആകയാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, And so the Holy Spirit is telling us today, രക്തത്താൽ കഴുകപ്പെട്ടവർ വചനത്താൽ കഴുകപ്പെട്ടുകൊണ്ടിരിക്കണം. those who are washed by the blood of the Lamb must be continued to be washed by the word of the God. ആത്മീയ ജീവിതവുമായി 2 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. 2 things that the word of God tells us to do in relation to the whole 23-ാം life. വാക്യത്തിൽ വരുമ്പോൾ, Verse 23, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. let us hold fast the faith of our confession, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, of our hope without wavering, because he who promised is faithful. ദൈവ മക്കൾ എന്നും ഈ ലോകത്തിൽ ജീവിക്കാൻ പോകുന്നില്ല. Children of God are not going to live in this world at all time. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം ശരീരം വിട്ടു പോകണം. And if the Lord's coming is not delayed, we all have to leave our body. അല്ല, കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ ഈ ശരീരത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുക. But if his coming is not, we will be going with him and ഈ transformed. മൺമയ ശരീരം വിൺമയ ശരീരമായി മാറും. And our body, this mortal body, will become into an immortal body. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. And hold fast the confession of our faith. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. The one who has promised is faithful. എന്തോ ആ വാഗ്ദത്തം? What is that? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. We can see that in the book of John, chapter 11, words 1 through 6. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ. And don't let your heart be troubled. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many places in my Father's house. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I will go to prepare a place for you. ഒരുക്കിയാൽ മടങ്ങി വന്ന് And once I prepare, പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ I ചേർത്തുകൊള്ളും. will return to take you with me, എൻ്റെ വരവിനായി കാത്തിരിക്കുക. to be ready for my coming. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. And after that he says, I am the way, the truth, and the life. എന്നിൽ കൂടാതെ ആരും പിതാവിന്റെ That സന്നിധിയിൽ nobody എത്തുന്നില്ല. comes to the Father unless through me. യേശുക്രിസ്തു ദേഹമെന്ന തിരശീല കീറി ആ ഹെവൻലി സാങ്ച്വറിയിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ കർത്താവ് പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ പോയിരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. And the word of God teaches us that he is the way, the truth, and the life, and that he may come to take us where, so that we may be where he is. നിന്റെ ആത്മീയ ജീവിതവുമായി ബന്ധത്തിൽ ഒന്ന്, നീ വചനത്താൽ ദൈനംദിനം കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിക്കണം. And in relation to your spiritual life, you must be washed daily with the word of God. 2, Secondly, പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. stay steadfast in the hope. ഇനി ഇന്ന് പകൽക്കാലം മൂന്നാമതൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ ഡ്യൂട്ടി. And thirdly, I said the responsibility, the duty of a child of God. 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. 3 things I'm saying.
ഒന്ന്, ഒരു വിശ്വാസിയുടെ പദവി. Firstly, privilege of a child of God. രണ്ട്, ഒരു വിശ്വാസിയുടെ ജീവിതം. Secondly, the life of a child of God. അത് രണ്ട് വിധത്തിൽ ശ്രദ്ധിക്കാൻ നമ്മൾ And we പറഞ്ഞു. saw that in two ways. ഇനി മൂന്നാമത്തേത് ഡ്യൂട്ടി ഓഫ് എ ബിലീവർ. Thirdly, the duty of a believer. പ്രത്യേകം ദൈവജനം ശ്രദ്ധിക്കണം. Pay attention specifically. സ്ഥിരതയുള്ള ഓട്ടത്തിന് രണ്ട് ഭാഗമാണ്. And for the race to be ran with endurance, there's two parts. വിശുദ്ധിയോടെയുള്ള ജീവിതം, The life of faith of holiness. അപ്പോൾ വിശ്വസ്തയോടെ കൂടിയ ജീവിതം. At the same time, life in faithfulness. ഇതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 24, 25 ശ്രദ്ധിക്കണം. Pay attention to words 24 and 25. ഒരു ദൈവ പൈതലിന്റെ വിശ്വസ്തതയെ എടുത്ത് കാണിക്കുക. To show the faithfulness of a child of God. 24, 25. Words 24 and 25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. ഒരു വിശ്വാസിയുടെ പദവിയെ എടുത്ത് കാണിക്കുകയാണ്. And showing the place of a child of God. ഇവിടെ എന്തോ പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ As some നമ്മുടെ do. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന്. And do not neglect the coming together. ഈ ഭാഗം Assembly of രേഖപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. And this talks about the responsibility, the duty of a child of God. നീ ഒരു വിശ്വാസിയാണെങ്കിൽ കുറഞ്ഞ ഒരു കൃപാവരവേലും നിന്നിലുണ്ട്. If you are a child of God, you have at least one gift of God in you. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഓരോ കൃപാവരമുണ്ട്. Every one of you has one gift in you. ഇനി ഇത് കൂടാതെ മിനിസ്റ്റീരിയൽ ഗിഫ്റ്റ് ഉള്ളവരുണ്ട്. And not just that, there's people with a ministerial gift. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ഈ ഗിഫ്റ്റുകൾ ഉള്ളവരുണ്ടാകാം. And these are people, there be different offices that God has given to us. പക്ഷെ ഈ വരമുള്ളവരെ ആത്മീയ കൂട്ടായ്മയിൽ വരാതെ ഭവനത്തിൽ ഇരുന്നാൽ നിന്റെ ആത്മീയ വരം ജ്വലിക്കത്തുമില്ല, പൊതുസഭയ്ക്ക് ആത്മീയ വർധനവിന് ഉതകത്തുമില്ല. But if you are going to not come together, but if you sit at home, your gift is not going to be inflamed, and neither is it going to benefit the body of Christ. നിന്റെയുള്ള ആത്മീയ വരം ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തുമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ വരങ്ങൾ നിനക്ക് ആത്മീയ വർധകത്തിന് സഹായിക്കത്തുമില്ല. And so the word of God says that if you have a gift and you don't use it, it is not beneficial to, it's not going to grow in you, and neither is it going to benefit the body of Christ. ശ്രദ്ധിക്കുക, ഡ്യൂട്ടി ഓഫ് എ ട്രൂ ക്രിസ്ത്യൻ. Duty of a അവന്റെ true Christian. ആത്മീയ വരങ്ങൾ മനസ്സിലാക്കി മുഴുവൻ സഭയെയും സേവിക്കുക. And you have to understand the gift that God has given to you and serve the church. ഇനിയും മിനിസ്റ്റീരിയൽ ഗിഫ്റ്റ് ആയിട്ടാണെങ്കിൽ 5 അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, അതനുസരിച്ച് മിഷന്റെ പ്രവർത്തനം നിന്നിലൂടെ നടക്കണം. ദൈവവിളിയുള്ള നീ ഒളിഞ്ഞ് എവിടെയെങ്കിലും ഇരുന്നാൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ലെന്ന്. And on top of that, if you have the fivefold ministry and you're hiding somewhere instead of working for the kingdom of God, then that is not going to work either. അതിന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ As we conclude, ഒരു ദൈവവൈതലിന്റെ ഡ്യൂട്ടിയുമായി ബന്ധത്തിൽ 25 വാക്യം കൂടെ ശ്രദ്ധിക്കുക. let's read the verse 25 together for the last part. അവിടെ രേഖപ്പെടുത്തുന്നു, സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിക്കുക. So in English, it's verse 24. It says, "Let us consider one another in order to stir up love and good works." എന്ന് പറഞ്ഞാൽ be concerned about the needs of others. മറ്റുള്ളവരുടെ മുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും ബലപ്പെടുത്താനും നീ മുമ്പിൽ വരണം. Be concerned about the needs of the others and you step forward to fill them. Amen. Hallelujah. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 43 44 വാക്യം ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാം. And we can see that in the book of Acts. പുതിയ നിയമസഭ ഉടലെടുത്തു. As the New Testament church happens, എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. and everybody is filled by the anointing. കൃപയിൽ നിറഞ്ഞു നിൽക്കുക. And they are filled in the Holy Spirit. ആ സഭയിലാണ് അപ്പോസ്തലനായ പത്രോസിലൂടെ അടിസ്ഥാന ഉപദേശങ്ങൾ വെളിപ്പെട്ടത്. And through that church, through Peter, we can see foundational doctrines. ഈ ഉപദേശങ്ങൾ കിട്ടിയ സഭ 43-ാം വാക്യത്തിൽ ചെയ്യുന്നറിയാമോ, അവർ ഒരുമിച്ചിരുന്നെന്നാ പറയുന്നത്. And verse 43 says this church came together. Came in one accord. ഐക്യതയുടെ ആത്മാവിലിരുന്നു. They came in the unity of the Spirit. മുട്ടുള്ളവരുണ്ടായിരുന്നതിനാൽ
സ്വന്തം വസ്തുക്കൾ വിറ്റ് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പകുത്തു കൊടുത്തു. And that they sold whatever they had so that it could fill the needs of others. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ വിശ്വാസത്തിൽ വന്ന നല്ലവരും നല്ല ഭാഗവും സാധാരണക്കാരായിരുന്നു. And everybody that came into the New Testament church, they were all good people. ചെറിയൊരു സമൂഹം എലൈറ്റ് ഉണ്ടായിരുന്നു. And a small group of elite people. ആ സഭയുടെ ലൈഫ് സ്റ്റൈലാണ് ഉള്ളവർ പകുത്തു കൊടുക്കുന്ന ഒരു ധനം. And it was people's, that church's lifestyle, those who had many gave to the ones who didn't have many. കാരണം നമ്മൾ ബലപ്പെട്ട് നിൽക്കുക മാത്രമല്ല മറ്റുള്ളവരെ ബലപ്പെടുത്തുക. That we're not just strengthening ourselves, we're strengthening others. യൂദായുടെ ലേഖനത്തിൽ അപ്പോസ്തലൻ എടുത്തു പറയുന്നത് സംശയിക്കുന്നവരോട് കരുണ കാണിക്കാൻ. And the word of God says in the book of Jude to show mercy to those who are unbelieving. ഇന്നും ദൈവസഭയിൽ സംശയിക്കുന്നവരുണ്ട്. And even today there are people who doubt in the church. എന്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാത്തത്? Why don't they come forward? വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകും. Many different reasons. ദൈവസഭയുടെ ഉത്തരവാദിത്വം, ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്വം അവരോട് വലത്തുകരം നീട്ടാനാണ്. And it's the church's responsibility to stretch out the right hand. നമ്മുടെ ആത്മീയ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കണം. And let us run our race with endurance. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ ഈ ചുരുക്കിയ വാക്യങ്ങൾ നമ്മോട് രേഖപ്പെടുത്തുന്ന ഈ ആത്മീയ തത്വം ഏറ്റെടുക്കണം. And we have to accept the small message that the book of Hebrews gives to us. നിന്റെ പദവി മനസ്സിലാക്കി അക്ഷരീയ മണ്ഡലത്തിൽ ഒതുങ്ങുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം. ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. Understand your privilege and stop staying in the physical realm but going to the spiritual realm. ആകയാൽ നമ്മുടെ പൊതുവരുത്ത ആരാധനകൾ, ബൈബിൾ റീഡിംഗ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ അതിനായിരിക്കണം. And so let's remove the corporate things and come into the presence of God. ഇന്ന് പകൽക്കാലം മുതൽ ഒരു ചുവടെടുക്കണം. Take a step forward today. ആത്മീയ ജീവിതം തന്നെ ഗ്രഹിക്കും. And what is your spiritual life? പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വേദനകൾ, ദുഃഖിക്കുന്ന അനുഭവങ്ങൾ ഒക്കെയുള്ള സമയത്ത് ഈ ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നത് സകലത്തെയും മറക്കാനിടയാകും. And this will help you forget everything else that you're facing. വിശ്വസിക്കുന്ന കരമേ സ്തോത്രം ചെയ്യാം. Those who believe that, would you lift up your hands? ആ ആത്മീയ നിലവാരത്തിൽ നിലകൊണ്ടേ ഇരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. And if you want to remain in that spiritual realm, the word of God says, ദുർമനസാക്ഷി നിന്റെ അകത്ത് കടന്ന് നിന്റെ ആത്മീയ അനുഭവം ചോർത്തിക്കളയാതിരിക്കുവാൻ നീ രക്തത്താൽ അടയാളമുള്ളവനാകിയാൽ വചനത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ടിരിക്കും. Make sure to sustain your spiritual race, that you're staying in that holy place, that you do not have an evil conscience and you remain. അതുപോലെ തന്നെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവർ, വിശ്വാസം വിട്ടു പോകരുത്, പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി നിലകൊള്ളുവാൻ. And as the word of God says, he who is promised is faithful to continue in that confession of faith we have. അപ്പോൾ തന്നെ നിന്നിലുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകരുത്. And lastly, don't forget the responsibility, the duty that you have. നീ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ As a child of God, പ്രായത്തിന്റെ പരിധി എന്തുമായിക്കൊള്ളട്ടെ, it doesn't matter your age, കഴിവുകൾ എന്തുമായിക്കൊള്ളട്ടെ, it doesn't matter what your abilities are, ശരീരത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, it doesn't matter what your body's condition is. നിന്നിൽ ഒരു കൃപാവരമുണ്ട്. You have been given a gift, അതിനെ നീ ജ്വലിപ്പിക്കണം. and you have to spread flame. അത് പൊതുസഭയ്ക്ക് അനുഗ്രഹമാകണം. That has to be a blessing for the church. ഹല്ലേലൂയ, Hallelujah, ഹല്ലേലൂയ, hallelujah. മാത്രവുമല്ല Not just that. ദൈവസഭയ്ക്കകത്ത് സ്നേഹത്തിന്റെ പ്രദർശനം മാത്രമല്ല, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകണം. And not just that, we should have not just the illustrations of love of God, but the actions of love of God. ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ പോലെ ക്രിസ്തീയ ജീവിതം പ്രാക്ടിക്കൽ ആയി തീരണം. And the first century church, just like that, make it practical. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നത്, അവരുടെ കണ്ണുനീര് ഒപ്പുന്നത്, അവർക്ക് ആശ്വാസം പകരുന്നത്, ആ തലത്തിലുള്ള ചുവടുകളിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. And a place where we are wiping the tears of others, carrying each other's burdens. നാളെ അടുക്കുന്നതിനാൽ അതനുസരിച്ച് ഒരുക്കം പ്രാപിച്ചോളാം. Be prepared as the day is approaching. കേട്ട വചനത്തിന്റെ മുമ്പിൽ എളിമപ്പെടാം, വിനയപ്പെടാം. Can we surrender ourselves to the word of God? And let me ask you a question this morning.